അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ക്ലാമ്പ് ഓൺ മീറ്റർ ആണുള്ളത്. ക്ലാമ്പ് ഓൺ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ക്ലാമ്പ് ഓൺ മീറ്റർ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് ഒരു വയറിൽ നമ്മൾ ഫിസിക്കലി വയറിൻ്റെ കോണ്ടാക്ട് ചെയ്യാതെ, ഇപ്പോൾ അമീറ്ററൊക്കെ കണക്ട് ചെയ്താണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. ഡിജിറ്റൽ മൾട്ടിമീറ്ററും ഉപയോഗിച്ചൊക്കെയാണ് കറണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഹൈ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ലൈനിൽ കൂടെ പോകുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാതെ തന്നെ ഫിസിക്കലി കോണ്ടാക്റ്റ് ഇല്ലാതെ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ക്ലാമ്പ് ഓൺ മീറ്റർ എന്ന് പറയുന്നത്. ദ ക്ലാമ്പ് മീറ്റർ ഈസ് ഓൺ കൈൻഡ് ഓഫ് ടെസ്റ്റ് എക്യുപ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ടോങ് ടെസ്റ്റർ. This equipment is very simple to use and operate. Main function of the device is to measure live current. ലൈവ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഹൈ കറണ്ട് ആണ്. അല്ല, കറണ്ടിൽ നമ്മൾ ടച്ച് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ ഫിസിക്കലി കോണ്ടാക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു പ്രിൻസിപ്പിൾ, ഹാൾ എഫക്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ക്ലാമ്പ് ഓൺ മീറ്റർ എന്ന് പറയുന്നത്. ബൈ യൂസിങ് ദിസ് എക്യുപ്മെൻറ്റ് വൺ ക്യാൻ മെഷർ ഹൈ വാല്യൂ ഓഫ് കറണ്ട് വിത്തൗട്ട് ടേണിങ് ഓഫ് ദ സർക്യൂട്ട് വൈൽ ടെസ്റ്റിംഗ്. അതായത് ഒരു സർക്യൂട്ടിനെ ടേൺ ഓഫ് ചെയ്യേണ്ട, ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ സർക്യൂട്ട് കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് കറണ്ടിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലോങ് ടോങ് ടെസ്റ്റർ ആക്യുറസി ഈസ് വെരി സിഗ്നിഫിക്കൻ്റ്ലി ലോ ആണ്. നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമറിലും ചില സമയങ്ങളിൽ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ക്ലാമ്പ് ഓൺ മീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വീഡിയോ ഡിസ്കസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ കറണ്ട് ഇൻ ആൻ എഫിഷ്യൻറ്റ് ആൻഡ് കൺവീനിയൻറ്റ് ആൻഡ് സേഫ് മാനർ വിത്തൗട്ട് യൂസിങ് ടെസ്റ്റ് ലീഡ്സ് ഈസ് നോൺ ആസ് ക്ലാമ്പ് മീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഫിസിക്കലി കോണ്ടാക്റ്റ് ഇല്ലാതെ എഫിഷ്യൻ്റായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് കറണ്ട് മെഷർ ചെയ്യുന്നു. അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട്. അതായത് നമ്മളൊരു കണ്ടക്ടർ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിനെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ഉപയോഗിച്ചിട്ട് അത് എത്രമാത്രം കറണ്ട് കടന്നു പോയി എന്നുള്ളത് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഡ്യൂ ടു പ്രൊവൈഡ് റീഡിങ് കറസ്പോണ്ടിങ് കറണ്ട്. അത് കറസ്പോണ്ടിങ് കറണ്ട് പാസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടറിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാവുമല്ലോ ചുറ്റും. അതനുസരിച്ചിട്ടുള്ള കറണ്ടിൻ്റെ വാല്യൂ അത് ഇൻഡയറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലാമ്പ് ഓൺ മീറ്റർ ഈസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ടു ക്രിയേറ്റ് AC current measurements without contact. The flow of current through wire generates a magnetic field. Hall effect sensor mainly detects the magnetic field that is caused by flow of current to cause a less voltage across the sensor. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഹാൾ എഫക്റ്റ് ഞാനത് തേർഡ് മൊഡ്യൂളിൽ ഉള്ള ഒരു ടോപ്പിക്കാണ്, അത് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അത് പഠിപ്പിക്കുമ്പോൾ ഹാൾ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കും. ഹാൾ എഫക്റ്റ് കാരണമാണ്, ഹാൾ എഫക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മളതിൻ്റെ കറണ്ടിനെ മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ ഹാൾ എഫക്റ്റ് സെൻസർ ഉപയോഗിക്കുന്നതാണ് ക്ലാമ്പ് ഓൺ മീറ്റർ എന്ന് പറയുന്നത്.